ഹലോ ആൻഡ് വെൽക്കം ടു എക്സ്പ്ലെയിൻ സൗണ്ട്. ഇന്ന് ടെലികോം രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നിയമത്തെപ്പറ്റി പറയാം. ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2023. ഈ പുതിയ ലെജിസ്ലേഷൻ എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗത്തെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2023 പ്രധാന ഹൈലൈറ്റുകളും ബെനിഫിറ്റുകളും ചലഞ്ചസും എന്താണെന്നാണ് നോക്കാനായി പോകുന്നത്. നമുക്ക് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാം. എന്തുകൊണ്ട് ഈ ആക്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ആദ്യം നോക്കാം. 1885 ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട്, 1933 ഇന്ത്യൻ വയർലെസ് ടെലിഗ്രഫി ആക്ട്, 1950 ടെലിഗ്രാഫ് വയേഴ്സ് അൺലോഫുൾ പൊസഷൻ ആക്ട് എന്നിവയാണ് ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയെ നിയന്ത്രിക്കുന്നത്. ഈ നിയമങ്ങൾ ആദ്യകാല ടെലികോം ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെങ്കിലും ദ്രുതഗതിയിലുള്ള സാങ്കേതിക പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ ഈ നിയമങ്ങൾ കാലഹരണപ്പെട്ടവയാണ്. ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2023 ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾക്ക് പകരം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന്റെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു മോഡേൺ ഫ്രെയിംവർക്ക് ലക്ഷ്യമിടുന്നു. ഈ പുതിയ നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, ഈ നിയമം അതിന്റെ സ്കോപ്പ് വ്യക്തമായി നിർവചിക്കുന്നു. അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കുന്നു. ഇതിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം പോലെയുള്ള ഇന്റർനെറ്റ് ബേസ്ഡ് മെസ്സേജിംഗ് സർവീസസും OTT സേവനങ്ങൾ ഒഴികെയുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് സർവീസസും ഉൾപ്പെടുന്നു. ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിനുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് സർക്കാർ ഏജൻസികളും എയർപോർട്ടുകളും ഹൈവേകളും പോലെയുള്ള PPP പദ്ധതികൾ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഈ നിയമം ബാധ്യസ്ഥരാക്കുന്നു. ഇതിന് ശക്തമായ ഒരു റൈറ്റ് ഓഫ് എ ചട്ടക്കൂട് ഈ നിയമം അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ വിഷൻ അനുസൃതമായി കേബിൾ കോറിഡോർ സ്ഥാപിക്കാനും അടിസ്ഥാന സൗകര്യ വികസനം കാര്യക്ഷമമാക്കാനും ചിലവ് കുറയ്ക്കാനും കേന്ദ്ര സർക്കാരിനെ ഈ നിയമം അനുവദിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റിക്ക് ടോപ്പ് പ്രയോറിറ്റിയാണ് നിയമം നൽകുന്നത്. നിയമത്തിലെ സെക്ഷൻ 22 പബ്ലിക് എമർജൻസി സിറ്റുവേഷനിൽ പൊതുജന സുരക്ഷയെ മുൻനിർത്തി ഏത് സന്ദേശവും പ്രക്ഷേപണം ചെയ്യുന്നത് നിർത്താൻ സർക്കാരിന് അധികാരം നൽകുന്നു. സന്ദേശങ്ങൾ തടസ്സപ്പെടുത്താൻ കഴിയുന്ന സർക്കാർ സ്ഥാപനങ്ങളുടെ എണ്ണം ഈ നിയമം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിനെ ഡിജിറ്റൽ ഭാരത് നിധിയിലേക്ക് മാറ്റിയതാണ് മറ്റൊരു പ്രധാന മാറ്റം. ഈ ഫണ്ട് ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പൈലറ്റ് പ്രൊജക്റ്റുകൾ, ഗ്രാമപ്രദേശങ്ങളിലെ ടെലികോം സേവനങ്ങൾ സ്ഥാപിക്കൽ എന്നിവയെ പിന്തുണയ്ക്കാനായി സാധിക്കും. കർശനമായ ഉപഭോക്തൃ സംരക്ഷണ നടപടികളും നിയമം അനുശാസിക്കുന്നു. ഉപഭോക്താവിന്റെ സമ്മതമില്ലാതെ അയക്കുന്ന വാണിജ്യ സന്ദേശങ്ങൾ ഓപ്പറേറ്റർക്ക് പിഴയും നിരോധനവും ഉണ്ടാകാം. കൂടാതെ 9-ൽ കൂടുതൽ സിം കാർഡുകൾ കൈവശം വെച്ചാൽ 2 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും നിയമം അനുശാസിക്കുന്നു. ജമ്മു കാശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും നിവാസികൾക്ക് കുറച്ചുകൂടെ കർശനമായ പരിധികളാണ്. 6-ൽ കൂടുതൽ സിം കാർഡുകൾ കൈവശം വെച്ചാൽ പിഴ ഈടാക്കും എന്നാണ് നിയമത്തിൽ പറയുന്നത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയും ടെലികോം തർക്ക പരിഹാര അപ്പലേറ്റ് ട്രൈബ്യൂണലും സൃഷ്ടിച്ച 1997 ട്രായ് ആക്ട് സ്ഥാപിച്ച റെഗുലേറ്ററി ചട്ടക്കൂടിലാണ് ഈ നിയമവും നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ലൈസൻസിംഗ് അധികാരം കേന്ദ്ര സർക്കാരിന്റെ പക്കലാണ്. നിയമങ്ങൾ ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് സമഗ്രമായ ശിക്ഷ ഉറപ്പാക്കുന്നു. പുതിയ സിമ്മുകൾക്ക് പരിശോധിക്കാവുന്ന ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ, ഉപഭോക്തൃ സുരക്ഷ വർദ്ധിപ്പിക്കൽ, സ്പാം കുറയ്ക്കൽ എന്നിവയും നിയമം നിർബന്ധമാക്കുന്നു. എന്നിരുന്നാലും പുതിയ നിയമവും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. സന്ദേശങ്ങൾ തടയുന്നതിനും വെളിപ്പെടുത്തുന്നതിനും ഇത് ഗവൺമെന്റിന് വിപുലമായ അധികാരങ്ങൾ നൽകുന്നു. ആയതിനാൽ സ്വകാര്യതയെയും സുരക്ഷയെയും കുറിച്ചുള്ള ആശങ്കകൾ വലുതാണ്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളിലേക്കുള്ള ആക്സസ് ആശയവിനിമയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൽ നിന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് പണം വകമാറ്റുന്നതിനെക്കുറിച്ചും ആശങ്കയുണ്ട്. ഇത് ഗ്രാമീണ മേഖലകളിലെ ടെലികോം വ്യാപനം കുറയ്ക്കുന്നതിന് കാരണമായേക്കാം. മാത്രമല്ല, OTT പ്ലാറ്റ്ഫോം സർവീസുകളെ നിയമം കവർ ചെയ്യാത്തതും ആശങ്കകൾക്ക് വക നൽകുന്നു. ചുരുക്കത്തിൽ, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2023 ഇന്ത്യയുടെ ടെലികോം നിയമങ്ങൾ നവീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്. ഇത് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും അഭിമുഖീകരിക്കേണ്ട ചില വെല്ലുവിളികൾ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ സന്തുലിതവും നീതിയുക്തവുമായ ടെലികോം ആവാസ വ്യവസ്ഥ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. That's all for today. If you found this video informative, don't forget to like, share and subscribe. Until next time, stay connected.